ദൈവമക്കളെ നാം ഓർത്തുകൊള്ളണം, നാം എവിടെയായിരുന്നാലും ശത്രുപാളയത്തിൽ പോകുവാനിടയാകരുത്. ശത്രുപാളയത്തിൽ നിനക്ക് പോകണ്ടാത്തടത്ത്, നീ ആവശ്യമില്ലാത്തടത്ത് നീ കടന്നു എന്നാൽ നിശ്ചയമായിട്ടും നിന്റെ ശുശ്രൂഷ നഷ്ടപ്പെടും. ഹല്ലേലൂയ. നിനക്കുള്ളതിനെ ശത്രു പിടിച്ചുകൊണ്ട് പോകും. അല്ലെങ്കിൽ നിന്റെ തലമുറകൾ നഷ്ടപ്പെടുവാനിടയാകും. ഇവിടെ ഒരു കാര്യം ദൈവജനം എപ്പോഴും ഓർക്കണം, ദൈവം നമ്മെ ടെമ്പററി ആയിട്ട് ഈ ലോകത്തിലാക്കിയിരിക്കുകയാണ്. ഈ ലോകത്തിലുള്ള വസ്തുതകളൊക്കെ മണ്ണാങ്കട്ടയും കരിയിലയും തന്നെയാണ്. ഇതൊന്നും ശാശ്വതമായി നിലനിൽക്കുന്നതല്ല. ഇതിനു വേണ്ടി നാം ഫൈറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ ഹിതമുള്ള കാര്യങ്ങൾ, അവനവന്റെ കാര്യപരിപാടിയിലുള്ള കാര്യങ്ങൾ അതങ്ങനെ തന്നെ അതിന്റെ തക്ക സമയത്ത് നിർവഹിക്കും. നീ അതിന്റെ പുറകെ പോകേണ്ട കാര്യമില്ല. അവൻ നിന്റെ പിന്നാലെ വരും. ഹല്ലേലൂയ. ശത്രുവിന്റെ പക്ഷം ചേരുകയല്ല, അവൻ നിന്റെ പക്ഷം ചേരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മളെ ചുരുങ്ങിയ നാളുകളിലേക്ക് ഇവിടെ ദൈവം ആക്കിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കാഴ്ചപ്പാട് നഷ്ടപ്പെടരുത്. യുവാക്കന്മാരായ കുഞ്ഞുങ്ങളോടായി ഞാൻ പറയട്ടെ, പലപ്പോഴും നിങ്ങൾക്കുണ്ടാകുന്നതാണ് പിയർ പ്രഷർ. കടന്നു ചെല്ലുമ്പോൾ, കോളേജിൽ കടന്നു ചെല്ലുമ്പോൾ, സ്കൂളിൽ കടന്നു ചെല്ലുമ്പോൾ അവരോട് താതാത്മ്യപ്പെടാനായി നമ്മുടെ കുഞ്ഞുങ്ങൾ ശ്രമിക്കാറുണ്ട്. അത് പാടില്ല. ദൈവം നിന്നെ പ്രത്യേകമായ രീതിയിൽ വിളിച്ച് വേർതിരിച്ച ദൈവ പൈതലാണെന്ന് നീ ഓർത്തുകൊള്ളണം. നിന്നെ ടെമ്പററി ആയിട്ട് ഇവിടെ ആക്കിയിരിക്കുകയാണ്. അവിടെ മറ്റുള്ളവരോട് സാമ്യപ്പെടുവാനോ സൈഡ് പിടിക്കുവാനോ ഒന്നിനും നാം പോകുവാൻ പാടില്ല. 4-ാം വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവൻ ബലമില്ലാതാകുവോളം കരഞ്ഞു എന്ന് നാം കാണുന്നു. ഇന്ന് രാത്രികാലം കരയുന്ന ആളുകൾക്ക്, കരയുന്ന വിശ്വാസിക്ക്, കരയുന്ന ദൈവവൈതലിന് ഒരു വിടുതലുണ്ടെന്നുള്ളത് സത്യമായ കാര്യമാണ്. ഹല്ലേലൂയ. കരയുന്ന കാക്കക്കുഞ്ഞിനും അതതിന്റെ ആഹാരം കൊടുക്കുന്നവനാണ് എൻ്റെ ദൈവം. നമ്മുടെ കണ്ണുനീരെല്ലാം തുരുത്തിയിലാക്കി വെക്കുന്ന ദൈവം, നിന്റെ കരച്ചിലിനെ മറികടക്കാത്ത ദൈവം. ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ നീ കരയുന്നുവെങ്കിൽ നിനക്ക് നിശ്ചയമായി ഒരു വിടുതലുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നീ മറ്റുള്ളവരോട് ഫൈറ്റ് ചെയ്യുവാൻ പോകുകയല്ല. നീ മുട്ടിന്മേലിരുന്ന് നീ കരഞ്ഞാൽ ഹല്ലേലൂയ നിശ്ചയമായിട്ടും നീ രാത്രി മുഴുവൻ കരഞ്ഞാൽ നേരം വെളുക്കുമ്പോൾ നിനക്ക് അതിനൊരു മറുപടിയുണ്ട്. ഹല്ലേലൂയ. നിശ്ചയമായിട്ടും നിന്റെ വിഷയങ്ങൾക്ക് ഒരു മറുപടിയുണ്ട്. ഹല്ലേലൂയ. കരയുന്ന കാക്കക്കുഞ്ഞിനും അതിന്റെ ആഹാരം കൊടുക്കുന്നവനാണ് എൻ്റെ ദൈവം. ഹല്ലേലൂയ. രാത്രി മുഴുവൻ കരഞ്ഞാൽ, മുട്ടിന്മേൽ നിന്ന് കരഞ്ഞാൽ, നീ മുട്ടിന്മേൽ നിന്നാൽ മറ്റൊരുത്തന്റെ മുമ്പിൽ നീ മുട്ടുകുത്തേണ്ടി വരികയില്ല. ഹല്ലേലൂയ. നീ ദൈവത്തിന്റെ മുമ്പിൽ കരഞ്ഞാൽ നീ മറ്റൊരുത്തന്റെ മുമ്പിൽ കരയേണ്ടി വരികയില്ല. ഇന്ന് രാത്രികാലം ദൈവജനമേ, ഈ കരച്ചിൽ നീ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ വിജയമാണ്. ഹല്ലേലൂയ. ബലമില്ലാതാകുവോളം കരഞ്ഞാൽ ദൈവം ഒരു മറുപടി തരും. നമുക്കറിയാം, ഹാഗാറിന്റെ ചരിത്രം നമുക്കറിയാം. ഹല്ലേലൂയ. ഹാഗാർ കുട്ടിയുടെ മരണം കാണുവാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരമ്പിൻപാട് ദൂരെ ഇരുന്നു കൊണ്ട് അവൾ കരയുകയാണ്. ഹല്ലേലൂയ. അവൾ കണ്ടില്ല, അവിടെയുള്ളതായ ഓയിൽ അവൾ കണ്ടില്ല. ഹല്ലേലൂയ. അവൾ കണ്ടത് മുഴുവൻ മരുഭൂമിയാണ്. ഹല്ലേലൂയ. എന്നാൽ അവിടെ തലമുറകളെ അനുഗ്രഹിക്കുമെന്നുള്ള വാഗ്ദത്തം അവളോടുണ്ടായിരുന്നു. ഇന്നും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അവിടെ കടന്നു ചെന്ന് ആളുകൾ ജോലി ചെയ്യുന്നു, പണമുണ്ടാക്കുന്നു. നമ്മുടെ ആളുകളും ഗൾഫ് നാടുകളിൽ പോയി പണമുണ്ടാക്കുന്നു. ആഹാറിന് വേണ്ടി ഹല്ലേലൂയ കരഞ്ഞപ്പോൾ അവർക്ക് വേണ്ടി ഒരു ഉറവ തരുന്നു. ആരും കാണാത്ത ഒരു ഉറവ നിനക്ക് വേണ്ടി ദൈവം വെച്ചിട്ടുണ്ട്. നിനക്ക് വേണ്ടി ദൈവം വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ആരും കാണാത്ത ഉറവ ലോക മനുഷ്യൻ കാണുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. അതിന്റെ ആഴം ഗ്രഹിക്കുവാൻ മനുഷ്യർക്ക് കഴിയത്തില്ല. ഇപ്പോൾ നിനക്കത് അശ്രീകമായി, ഹല്ലേലൂയ, നിനക്കത് പ്രയാസമായി തോന്നിയെന്ന് വരാം. എന്നാൽ ഈ ദിവസങ്ങളിൽ അത് തുറന്നു വരുവാൻ പോവുകയാണ്. ഒരു ഉറവ നിനക്ക് തുറക്കുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. 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 രക്തത്താൽ ജയം, രക്തത്താൽ ജയം. രക്തത്താൽ ജയമെടുക്കുന്നു, രക്തത്താൽ ജയമെടുക്കുന്നു. ഹല്ലേലൂയ. 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 ഓ, നിനക്ക് വേണ്ടി തുറക്കുന്ന ഒരു പുത്തൻ ഉറവ, ഒരു പുത്തൻ ഉറവ നിനക്ക് വേണ്ടി തുറന്നു വരുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. ആർക്കും മറ്റിച്ചു കളയുവാൻ കഴിയാത്ത ഉറവ, അബ്രഹാം തരുന്ന ഉറവ ചില ദിവസങ്ങൾക്ക് മാത്രമേ കാണത്തുള്ളൂ. ലോകം തരുന്നത്, ഹല്ലേലൂയ, മനുഷ്യൻ തരുന്നത്, ഹല്ലേലൂയ, അപ്പം തീരും, ഉറവ തീരും. എന്നാൽ തീരാത്ത ഒരു ഉറവ എന്റെ സർവശക്തൻ നിനക്ക് വേണ്ടി തുറക്കുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. 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 ലോക മനുഷ്യനോട് നീ ചോദിച്ചാൽ, ഹല്ലേലൂയ, 100,000 ചോദിച്ചാൽ 100 തന്ന് മടക്കി വിടും. ഹല്ലേലൂയ. 1000 രൂപ നീ ലോക മനുഷ്യരോട് ചോദിച്ചാൽ 100 ചോദിച്ചാൽ 10 തന്ന് നിന്നെ മടക്കി വിടും. എന്നാൽ എന്റെ ദൈവം അങ്ങനെയല്ല. നീ 10 ചോദിച്ചാൽ 100 തരുന്ന ദൈവമാണ്. 100 ചോദിച്ചാൽ 10,000 തരുന്ന ദൈവമാണ് എന്റെ ദൈവം. ഹല്ലേലൂയ. അവൻ എണ്ണിത്തരുന്ന ദൈവമല്ല. എണ്ണമില്ലാതെ നിന്റെ മേൽ അനുഗ്രഹങ്ങൾ വർഷിപ്പിക്കുവാൻ
കഴിവുള്ളവനെയാണ് ഞാൻ പ്രസംഗിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഗ്നിജാലയ്ക്കൊത്ത കണ്ണുള്ളവൻ, മാറത്ത് പൊൻകച്ച കെട്ടിയവൻ, ഹല്ലേലൂയ. വെള്ളോടിന് സദൃശമായ കാലുകളുള്ളവനാണ് അവൻ. ഹല്ലേലൂയ. നിന്റെ പ്രശ്നങ്ങളെക്കാൾ മതിയായവൻ, നിന്റെ പ്രശ്നങ്ങളെക്കാൾ വലിയവനാണ് അവൻ. നിന്റെ പ്രശ്നങ്ങൾ നിനക്ക് വലുതായിരിക്കാം, എന്നാൽ അവന്റെ മുൻപിൽ ഹല്ലേലൂയ സകലതും നഗ്നവും മലർന്നതുമായി കിടക്കുകയാണ്. ഇന്ന് രാത്രികാലം ഏറ്റെടുക്കുന്നവർക്ക് അത് വിടുതലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മളുടെ ആവശ്യങ്ങൾ ഉള്ളതുപോലെ അറിയുന്നത് നമ്മുടെ ദൈവം മാത്രമാണ്. ലോകത്തിൽ മനുഷ്യൻ എണ്ണിക്കൊടുക്കാവുന്നതൊക്കെ എണ്ണിക്കൊടുക്കും, തൂക്കിക്കൊടുക്കാവുന്നതൊക്കെ തൂക്കിക്കൊടുക്കും, അളന്നു കൊടുക്കാവുന്നൊക്കെ അളന്നു കൊടുക്കും. എന്നാൽ അളവില്ലാതെ തരുന്ന കരം കൊണ്ട് നിനക്ക് തന്നാൽ ആർക്കും അത് തടയുവാൻ തക്കവണ്ണം കഴിയത്തില്ല. അളവില്ലാത്ത കരം കൊണ്ട് ഹല്ലേലൂയ അവൻ നിനക്ക് മടക്കി തരുന്ന ദൈവമാണ്, നിനക്ക് മടക്കി തരുന്ന ദൈവമാണ്. നീ യഥാർത്ഥമായി കരയുന്നവനെങ്കിൽ, നീ യഥാർത്ഥമായി കരയുന്നവളെങ്കിൽ നിന്റെ സന്തതി നഷ്ടപ്പെട്ടു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല, ദൈവം അനുവദിക്കത്തില്ല. നീതിമാന്റെ സന്തതി അപ്പം ഇരക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഹല്ലേലൂയ, നിങ്ങൾക്ക് കാണുവാൻ കഴിയത്തില്ല. ഹല്ലേലൂയ, യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ രക്തത്താൽ ജയമെടുക്കുന്നു, രക്തത്താൽ ജയമെടുക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാൻ വേഗത്തിൽ മുൻപോട്ട് പോകട്ടെ. 6-ാം വാക്യത്തിൽ പറയുന്നത്, ദാവീദോ വലിയ കഷ്ടത്തിലായി എന്ന് നാം കാണുന്നു. കഷ്ടം മാത്രമല്ല, നഷ്ടവും കടന്നു വരുന്നു. ഹല്ലേലൂയ. കഷ്ടവും നഷ്ടവും, 2010 കഷ്ടവും നഷ്ടവും ദൈവം മാറ്റിത്തരുവാൻ പോവുകയാണ്. ദാവീദ് മാത്രമല്ല, കൂടെയുള്ളവർക്കും അവരുടെ പുത്രന്മാരെയും പുത്രിമാരെയും നഷ്ടപ്പെട്ടു, അവരുടെ ഉള്ളതെല്ലാം നഷ്ടപ്പെട്ടു. ഞാൻ കഷ്ടതയിലായത് എനിക്ക് ഗുണമായി എന്ന് ദാവീദ് തന്നെ പറയുന്നുണ്ട്. ദൈവമക്കളെ, അവനെ കല്ലെറിയണമെന്ന് ചിലപ്പോൾ കൂടെ നിൽക്കുന്നവർ തന്നെ നിനക്കെതിരെ കല്ലെറിയുവാൻ തക്കോണം മുൻപോട്ട് കടന്നു വരാം. ചിലപ്പോൾ ഉറ്റ സ്നേഹിതന്മാർ നിനക്കെതിരായി കല്ലെറിഞ്ഞെന്ന് വരാം. ചിലപ്പോൾ സഹോദരങ്ങൾ നിനക്കെതിരായി കല്ലെറിഞ്ഞെന്ന് വരാം. കൂടെ ആരാധിക്കുന്നവർ നിനക്കെതിരായെന്ന് വരാം. എന്നാൽ അതിൻ്റെ എല്ലാം മധ്യത്തിൽ അവനെ കല്ലെറിയുവാൻ തുടങ്ങിയപ്പോൾ നീ ഒരു അഭിഷക്തനാണെങ്കിൽ നീ അവനെതിരെ കല്ലെറിയുവാൻ പോകത്തില്ല. ഹല്ലേലൂയ. നിനക്കെതിരെ കല്ലെറിയുവാൻ ഒരു അഭിഷക്തന് കഴിയത്തില്ല. നീ ഒരു യഥാർത്ഥ അഭിഷക്തനാണെങ്കിൽ കല്ലുകൾ വരുമ്പോൾ കല്ലുകളെ അല്ല നോക്കുന്നത്, കല്ലുകളെ സൃഷ്ടിച്ച ദൈവത്തെയാണ് നോക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തേഫാനോസിനെ കല്ലെറിഞ്ഞപ്പോൾ അവൻ കല്ലിനെ അല്ല നോക്കിയത്, കല്ലിനെ സൃഷ്ടിച്ചത് സ്വർഗത്തിലേക്ക് അവൻ നോക്കി. ഹല്ലേലൂയ. അവന്റെ നേരെ പല്ല് കടിച്ചപ്പോൾ അവൻ തിരിച്ച് പല്ല് കടിച്ചില്ല, അവന്റെ മുഖം ദൈവദൂതന്റെ മുഖം പോലെ പ്രകാശിച്ചു. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഈ ദൂത് ഹല്ലേലൂയ ഈ സ്ഥലത്തുള്ള ഹല്ലേലൂയ ദൈവസഭകൾക്ക് വേണ്ടിയുള്ളതാണ്. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, നമുക്കെതിരെ ശത്രു ആയുധവുമായി കടന്നു വന്നാൽ നീ തിരിച്ച് ആയുധം എടുക്കുകയല്ല, നിന്റെ പ്രാർത്ഥനാ മുറിയിൽ കയറി ഹല്ലേലൂയ നീ കഥകടയ്ക്കുകയാണ് ചെയ്യേണ്ടത്. ഹല്ലേലൂയ. പ്രാർത്ഥനാമുറിയിൽ നിന്ന് കണ്ണുനീര്, നിന്റെ പ്രാർത്ഥനാമുറിയിൽ നിന്ന് സ്തോത്രം, ഹല്ലേലൂയ, നിന്റെ സ്തുതികൾ, നിന്റെ ആരാധന, ഇതെല്ലാം ദൈവത്തിന് പ്രസാദകരമായി തീരുമ്പോൾ നിന്നെ ശത്രുവിനെ ഒരു വഴിയായി വരുന്ന ശത്രു 7 വഴിയായി ഓടിപ്പോകാൻ തൊക്കണം കഴിയും. ഹല്ലേലൂയ. നീ യുദ്ധം ചെയ്യേണ്ട കാര്യമില്ല. പ്രതികാരം എനിക്കുള്ളത്, ഞാൻ പകരം ചെയ്യുമെന്ന് പറഞ്ഞ യഹോവ നമ്മുടെ മധ്യത്തിലുണ്ട്. ഹല്ലേലൂയ. കല്ലിന് പകരം കല്ലല്ല. ഹല്ലേലൂയ. ദൈവമക്കളെ, നാം മനസ്സിലാക്കിയിരിക്കണം, പലരും നമുക്കെതിരായി തിരിഞ്ഞെന്ന് വരാം. എന്നാൽ അവിടെയൊക്കെ എല്ലാം നാം സംയമനം പ്രാപിക്കുമെങ്കിൽ ദൈവം അതിനെ മാറ്റിത്തരുവാൻ. ലോക മനുഷ്യൻ അവൻ ആ ബലമില്ലാതാകുവോളം കരഞ്ഞു എന്ന് നാം കണ്ടു. അതുപോലെ തന്നെ ദാവീദോ തന്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. 6-ാം വാക്യത്തിൽ എൻ്റെ അവസാനം നിങ്ങൾക്ക് വീട്ടിൽ പോയി ആ അധ്യായം വായിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും. 6-ാം അധ്യായത്തിന്റെ അവസാനം പറഞ്ഞിരിക്കുന്നത്, ദാവീദോ യഹോവയായ ദൈവത്തിൽ ധൈര്യപ്പെട്ടു. ഹല്ലേലൂയ. ദൈവമക്കളെ, നമുക്ക് ഒരു ധൈര്യം ഉണ്ടായിരിക്കണം. ഒന്നാമതായി ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടുകുത്തണം. രണ്ടാമതായി ദൈവസന്നിധിയിൽ കരയണം. മൂന്നാമതായി ദൈവത്തോട് അരുളപ്പാട് ചോദിക്കണം. ഹല്ലേലൂയ. തുടർന്നുള്ള വാക്യങ്ങളിലേക്ക് നാം കടന്നു പോകുമ്പോൾ അത് കാണും. ദാവീദോ തന്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. അഭിഷേകം പ്രാപിച്ചവൻ തിരിച്ചു പറയത്തില്ല,
അഭിഷക്തനാണെങ്കിൽ നീ ദൈവത്തിന്റെ സന്നിധിയിൽ കാര്യങ്ങൾ വയ്ക്കും. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ അവന് 7-ാം വാക്യത്തിൽ നാം കാണുന്നത് ഏഫോദ് കൊണ്ടുവരാൻ പറഞ്ഞു. ഏഫോദ് എന്ന് പറഞ്ഞാൽ അരുളപ്പാട് പ്രാപിക്കുവാനുള്ള സാധനമാണ്. ഇന്ന് രാത്രിയിൽ ഞാൻ പറയട്ടെ, അരുളപ്പാട് പ്രാപിക്കുവാനുള്ളത് നമ്മുടെ ദൈവത്തിന്റെ വചനത്തിൽ നിന്നാണ് നീ അരുളപ്പാട് പ്രാപിക്കേണ്ടത്. നീ പ്രാർത്ഥനാമുറിയിൽ കയറി നിന്ന് ദൈവവുമായി സംസാരിക്കുമ്പോൾ നീ ഒറ്റ പ്രാർത്ഥനയല്ല, നീ പ്രാർത്ഥിച്ച് വിടുകയല്ല, പ്രാർത്ഥനയുടെ മറുപടി എടുക്കണം. ഹല്ലേലൂയ. ദൈവ വചനത്തിൽ നിന്ന് തന്നെ എടുക്കണം. ഹല്ലേലൂയ. ഞാൻ പ്രവചനത്തിനോ പ്രവാചകന്മാർക്കോ എതിരല്ല. ഞാൻ അവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ആളാണ്. പ്രവചനം ഞാൻ ഇഷ്ടപ്പെടുന്നയാളാണ്. എന്നാൽ അവരെ നീ അസഹ്യപ്പെടുത്തിയാൽ അവർ ചിലപ്പോൾ കയ്യിൽ നീട്ടി ചിലപ്പോൾ ചിലതൊക്കെ പറയേണ്ടി വരും. എന്നാൽ നീ ദൈവസന്നിധിയിൽ ഇരുന്നൊരു ആലോചന പ്രാപിച്ചാൽ അതിനൊരു തെറ്റും വരത്തില്ല. ദൈവവചനം നിന്നോട് സംസാരിക്കും. ദൈവവചനം നിന്നോട് സംസാരിച്ചാൽ, ഏഫോദിൽ കൂടെ നിന്നോട് സംസാരിച്ചാൽ ആ അരുളപ്പാട് ശരിയായിരിക്കും. നീ ആ പരീക്ഷയെ പിന്തുടരുക, നീ ജയിക്കുക തന്നെ ചെയ്യുമെന്നുള്ള അരുളപ്പാട് അവൻ പ്രാപിക്കുവാൻ തക്കോണം ഇടയായി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ ബലം അവൻ കടന്നു പോകുമ്പോൾ, അവനങ്ങനെ ആലോചന പ്രാപിച്ച് കടന്നു പോകുന്നതായ സമയത്ത് അവൻ കാണുന്നത് ഒരു ഇസ്രായേൽ ബാല്യക്കാരനെയാണ്. അതിന് ഞാൻ അമേരിക്കയിലൊക്കെ പ്രസംഗിക്കുമ്പോൾ GPS എന്നാണ് പറയുന്നത്. GPS എന്ന് പറഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന ചിലർക്കൊക്കെ അറിയാം, നമ്മൾക്ക് വഴി പറഞ്ഞു തരുന്ന സാധനമാണ് GPS എന്ന് പറയുന്നത്. നമ്മൾ കാറയിൽ ഓടിച്ചു പോകുമ്പോൾ അവിടെയൊക്കെ ഈ സ്ട്രീറ്റുകൾക്ക് നമ്പറും നെയിമും ആയതുകൊണ്ട് പെട്ടെന്ന് അത് ഇവിടെ അങ്ങനെ സംഭവിക്കും തോന്നില്ല. GPS എന്ന് പറഞ്ഞാൽ നമുക്ക് വഴി പറഞ്ഞു തരുന്ന സാധനം. ശത്രു തന്നെ നിനക്ക് വഴി പറഞ്ഞു തരുവാൻ പോവുകയാണ്. ശത്രുവിന്റെ ആളുകൾ തന്നെ നിനക്ക് വഴി പറഞ്ഞു തരുവാൻ പോവുകയാണ്. നിന്റെ GPS ആയി അവർ പ്രവർത്തിക്കുവാൻ പോവുകയാണ്. നിന്റെ ബലം ക്ഷയിക്കുമ്പോൾ മനുഷ്യൻ നിന്നെ ഉപേക്ഷിക്കും. മനുഷ്യൻ നിന്നെ മറക്കും. ചിലപ്പോൾ മറക്കുന്നതൊക്കെ അത് അനുഗ്രഹത്തിന് കാരണമാണ്. ഹല്ലേലൂയ. ദൂതുകൾ പറഞ്ഞ് അവസാനിപ്പിക്കുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് മുൻപോട്ട് പോകട്ടെ. ഹല്ലേലൂയ. ചിലപ്പോൾ മറവി നല്ലതാണ്. നമുക്കറിയാം മൊർദെഖായിയെ അഹശ്വേരോശ് രാജാവ് മറന്നു കളഞ്ഞു അല്ലേ? അവന് കിട്ടേണ്ട അന്ന് കിട്ടിയിരുന്നെങ്കിൽ ഒരു ചെറിയ പ്രൊമോഷനായിരുന്നു അവന് കിട്ടാനുള്ളത്. എന്നാൽ ഇത് തടഞ്ഞു വെച്ചിരിക്കുന്നതിന് കാരണം എന്തെന്ന് ചോദിച്ചാൽ അളന്ന് കൂട്ടി ഹല്ലേലൂയ അതിന്റെ പലിശ സഹിതം നിനക്ക് തരുവാൻ വേണ്ടിയാണ് അത് മറന്നു കിടക്കുന്നത്, താമസിപ്പിക്കുന്നത്. ഹല്ലേലൂയ. പലിശ സഹിതം ഈ ദിവസങ്ങളിൽ നിനക്ക് നൽകി തരുവാൻ പോവുകയാണ്. ശത്രുവിൽ കൂടെ തന്നെ അതിനുള്ള വഴികൾ തുറക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഈ ദിവസങ്ങളിൽ ദൈവം അതിനുവേണ്ടിയുള്ള വഴികൾ തുറക്കുവാൻ പോവുകയാണ്. ശത്രു ജയിച്ചതായി നിനക്ക് തോന്നും, പക്ഷേ അവസാന ജയം നിന്റേതാണ്. ദൈവജനത്തിന്റെ നിലവിളി ഉയരുമ്പോൾ, ദൈവത്തോട് ആലോചന ചോദിക്കുമ്പോൾ, ദൈവത്തിൽ നീ ധൈര്യപ്പെടുമ്പോൾ, ഹല്ലേലൂയ, നിനക്ക് വേണ്ടി വഴികൾ തുറക്കുന്ന ദൈവം നിന്റെ ദൈവമാണ്. ശത്രുവിനെ നിന്റെ കാൽ കീഴാക്കി തരുന്ന ദൈവം ഇന്ന് രാത്രികാലം നിന്നോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. നിനക്കെതിരായി പോരാടിയവർ, നിനക്കെതിരെ അപവാദം പറഞ്ഞു പരത്തിയവർ, നിനക്കെതിരെ നിന്നെ അപമാനിച്ചവർ, നിന്നെ നിന്ദിച്ചവരുടെ മധ്യത്തിൽ നിന്നെ ഉയർത്തി ശ്രേഷ്ഠനാക്കി വലിയവനാക്കി കർത്താവാണ് എന്റെ ദൈവം. ഹല്ലേലൂയ. കരങ്ങൾ അടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുന്നു. ഇന്ന് രാത്രികാലം ജയം ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിന്റെ അവകാശങ്ങൾ നന്മകൾ ഒന്നും അമാലേക്ക് കൊണ്ടുപോകുവാൻ ദൈവം സമ്മതിക്കത്തില്ല. ശത്രു കൊണ്ടുപോകുവാൻ സമ്മതിക്കത്തില്ല. നിന്റെ അവകാശങ്ങളൊക്കെയും നിനക്ക് തരുവാൻ ശക്തനായ ദൈവം അവനൊരു വലിയ കൊള്ളയായി നിനക്കത് തിരിച്ചു തരുവാൻ പോവുകയാണ്. ഹല്ലേലൂയ. നഷ്ടപ്പെട്ടത് മാത്രമല്ല, അതിനോട് പലിശ സഹിതം ഹല്ലേലൂയ നിനക്ക് നൽകി തരുവാൻ ശക്തനായ ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നത്. ഹല്ലേലൂയ. കരയുന്നവന് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം, ദൈവത്തോട് ആലോചന ചോദിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം, ദൈവത്തിൽ ധൈര്യപ്പെടുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നവനായ ദൈവം ഈ രാത്രികാലവും നമ്മുടെ മധ്യത്തിലുണ്ട്. ഹല്ലേലൂയ. അവൻ ഹല്ലേലൂയ നമുക്ക് സർവശക്തനായ ദൈവമാണ്. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ വചനത്തിൽ നിങ്ങൾ ഉറയ്ക്കുക. ഹല്ലേലൂയ. ആ വേദഭാഗം നിങ്ങൾ വീട്ടിൽ പോയി വായിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ കയറി മുട്ടുകുത്തുക. നീ കരയുക. ദൈവത്തോട് കരഞ്ഞു പ്രാർത്ഥിച്ചാൽ ഏതൊരു കാര്യത്തിനും അവൻ മറുപടി നൽകി തരുന്ന ദൈവമാണ്. ഹല്ലേലൂയ. സർവ്വത്തിന്റെയും ഉടയവനായ ദൈവം. ഹല്ലേലൂയ. എല്ലാ നാമത്തിലും മേലായ നാമമുള്ളവൻ, സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും മടങ്ങുന്ന നാമമുള്ളവന്റെ മധ്യത്തിലാണ് നാം കടന്നു വന്നിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവന്റെ നാമത്തിങ്കൽ ഹല്ലേലൂയ എല്ലാവരുടെയും മുഴങ്കാലുകൾ മടങ്ങുവാൻ പോവുകയാണ്. നമുക്കിവിടെ അപവാദം പറഞ്ഞുകൊണ്ട് നിൽക്കുവാൻ സമയമില്ല. നമുക്ക് എഴുതി തോൽപ്പിക്കുവാൻ സമയമില്ല. നമുക്ക് അസൂയപ്പെടുവാൻ സമയമില്ല. നമ്മുടെ രാജാതി രാജാവ്, കർത്താതി കർത്താവ്, ഹല്ലേലൂയ, ഉന്നതന്മാർക്കും ഇതേ ഉന്നതൻ, ഹല്ലേലൂയ, നമ്മുടെ മഹാരാജാവ് എഴുന്നള്ളുവാൻ സമയമായിരിക്കുകയാണ്. ഈ ദിവസങ്ങളെല്ലാം അവൻ കടന്നു വരുവാൻ പോവുകയാണ്. പുതിയ നിയമത്തിലെ 290 അധ്യായങ്ങളിൽ
318 പ്രാവശ്യം അവന്റെ മടങ്ങി വരവിനെ പറ്റി പറഞ്ഞിരിക്കുകയാണ്. ഇന്ന് രാത്രികാലം ഏറ്റെടുത്ത് ദൈവത്തെ ആരാധിച്ച് മടങ്ങിപ്പോയാൽ നിന്റെ ജീവിതത്തിൽ അത് വിടുതലാണ്. നമ്മുടെ കർത്താവിന്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. ഈ ദിവസങ്ങളിൽ അവൻ മടങ്ങി വരും. ഹല്ലേലൂയ. ഇവിടെ കിടന്ന് മണ്ണാങ്കട്ടയ്ക്കും കയ്യിലേക്കും വേണ്ടി നമുക്ക് പിടിക്കേണ്ട കാര്യമില്ല. നമ്മുടെ കർത്താവ് ഹല്ലേലൂയ ശത്രുവിന്റെ നേരെ യുദ്ധം ചെയ്യുവാൻ ശക്തനായ ദൈവമാണ്. അവൻ ദൈവമാണ്. ഹല്ലേലൂയ. കരങ്ങൾ അടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട്. ഉടബല ബൗഡ ഹന്തല ബൗഡല ബൗഡല ബൗഡല. രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ഹല്ലേലൂയ. എല്ലാ അന്യായ ബന്ധനങ്ങളെയും ഞങ്ങൾ ബന്ധിക്കുന്നു.